നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെയ്യപ്പവുമായിട്ടാണ്. അപ്പോൾ നെയ്യപ്പമൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. പക്ഷേ നെയ്യപ്പം ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നല്ലതായിട്ട് വരും, ചില സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം പഴയ കാലത്ത് വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു പൊടിക്കൈയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് ഈ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ അതിൽ എക്സ്ട്രാ ആയിട്ട് ചേർക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു 1/4 കപ്പോളം ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചിട്ടാണ് എന്തായാലും യൂസ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി ഇതിന് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. അപ്പം നമ്മൾ പച്ചരി ഒരു 3 മണിക്കൂറോളം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്, കഴുകിയിട്ട് കുതിർത്ത് വെച്ചാണ്. നമ്മൾ ദോശയൊക്കെ ചുടുമ്പം നമ്മൾ ദോശ അരി അരച്ച് ചൂടില്ലേ, ആ സമയത്ത് അതുപോലെ വെള്ളത്തിലിട്ട് വെച്ചു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒരു പപ്പടം എടുത്തിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം വെള്ളത്തിലിങ്ങനെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് നല്ല എന്താ പറയുക വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും. അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പത്തിന് നല്ല മയമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉണ്ണിയപ്പത്തിനും ചിലപ്പോൾ ഇത് ഇങ്ങനെ പപ്പടം ചേർക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത കൂട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാനൊക്കെ പാത്രത്തിൻ്റെ ബൗളിലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പത്തിനൊക്കെ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ ഇതൊരു 1/4 കപ്പോളം എടുത്ത് വെച്ച് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് നോക്കുകയാണ്. ഒരു തിക്നെസ് ആവുന്നവരാണ്. ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏതാണ്ടൊരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം മാറ്റി വെക്കുകയാണ്. ഒരു 2-3 മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇനി നമ്മളൊരു പാനിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് എടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരു ചുവപ്പ് കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു കാര്യം കൂടെ ചേർക്കുകയാണ്. എള്ള് ഒരു 1 ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഇനി ഇത് നമ്മളെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ടിലേക്ക് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടി നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. നെയ്യപ്പാണല്ലോ എന്തായാലും. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു തവിയിൽ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ശ്രദ്ധിക്കാം. എന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഇങ്ങനെ മേലോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞു നിൽക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നും ഇല്ല. അപ്പോൾ ഇതാ കളറൊക്കെ മാറി ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യപ്പൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ചുറ്റുഭാഗവും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിക്കുകയില്ല കേട്ടോ. നമ്മൾ പപ്പടം ചേർത്തുകൊണ്ട് തന്നെ എണ്ണ കുടിക്കില്ല. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.